ഗസയിലെ വോക്കി ടോക്കി സ്ഫോടനത്തിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ജാപ്പനീസ് റേഡിയോ നിർമ്മാതാക്കളായ ഐക്കോം. ഇന്നലെ ഹിസ്ബുള്ള പോരാളികൾ ഉപയോഗിക്കുന്ന വോക്കി ടോക്കികൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് 20 പേർ മരിക്കുകയും 500ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പൊട്ടിത്തെറിച്ച വോക്കി ടോക്കി റേഡിയോകളിൽ ഐക്കോം കമ്പനിയുടെ പേരും മെയ്ഡ് ഇൻ ജപ്പാൻ ലേബലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഉപകരണങ്ങൾ തങ്ങൾ നിർമ്മിച്ചതല്ലെന്നും മറ്റാരോ നിർമ്മിച്ച് തങ്ങളുടെ പേര് ഉപയോഗിച്ചതാണെന്നുമുള്ള വെളിപ്പെടുത്തലാണ് ഐക്കോം നടത്തിയിരിക്കുന്നത്. സ്ഫോടനം നടന്ന IC-V82 എന്ന ഈ മോഡലിന്റെ ഉൽപാദനം 10 വർഷം മുൻപേ തങ്ങൾ അവസാനിപ്പിച്ചതാണെന്നാണ് ഐക്കോം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. ഈ മോഡലിലുള്ള റേഡിയോകൾ ഉൽപ്പാദിപ്പിക്കുകയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കടക്കം കയറ്റി അയക്കുകയും ചെയ്തിരുന്നത് 2004 മുതൽ 2014 വരെയുള്ള കാലത്താണ്. 10 വർഷം മുൻപേ ഇതിന്റെ ഉൽപാദനം ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഇത് ഒരിടത്തേക്കും അയച്ചിട്ടില്ല. ഇതിന്റെ മെയിൻ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ബാറ്ററിയുടെ നിർമ്മാണവും നിർത്തിയതാണ്. ഇതാണ് ഐക്കോം പത്രക്കുറിപ്പിൽ പറയുന്നത്. വക്കയാമ നഗരത്തിലുള്ള ഫാക്ടറിയിൽ മാത്രമാണ് തങ്ങളുടെ റേഡിയോകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഇവ വിതരണത്തിനെത്തിക്കുന്നതെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ചാര സംഘടനകളുടെ മേൽനോട്ടത്തിൽ വ്യാജമായി നിർമ്മിച്ച വോക്കി ടോക്കികളാണ് ഹിസ്ബുള്ളയുടെ കൈവശമെത്തിയതെന്ന സംശയമാണ് ഇതോടെ ബലപ്പെടുന്നത്. ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അവയിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്ന ഇസ്രായേൽ തന്ത്രപരമായ മാർഗങ്ങളിലൂടെ അവ ലെബനാനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ചൊവ്വാഴ്ച നടന്ന പേജർ സ്ഫോടനവും സമാനമായ രീതിയിൽ തന്നെയാണുള്ളത്. 10 വയസ്സുള്ള പെൺകുട്ടി അടക്കം 12 പേരുടെ മരണത്തിനാണ് ഇത് കാരണമായത്. പൊട്ടിത്തെറിച്ച പേജറുകൾ തായ്വാനിലെ അപ്പോളോ ഗോൾഡ് എന്ന കമ്പനിയുടെ പേരിലുള്ളതാണെങ്കിലും ഇവ നിർമ്മിച്ചത് ഹംഗറിയിലെ മറ്റൊരു കമ്പനിയാണെന്ന് പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് ഒരേ സമയത്താണ് ഈ വോക്കി ടോക്കികളും പേജറുകളും ഹിസ്ബുള്ള വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തത്. പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ പരിക്കേറ്റവരിൽ സിംഹഭാഗവും ലെബനാനിലെ സാധാരണക്കാരാണ്. വീടുകളിലും പൊതുസ്ഥലങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളിലും ഒക്കെ വെച്ചാണ് ഈ പൊട്ടിത്തെറികൾ ഉണ്ടായത്. സിവിലിയന്മാരുടെ അപകടത്തിന് കാരണമാകുന്ന വിധത്തിൽ ഉപകരണങ്ങളിലോ സ്ഥലങ്ങളിലോ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നത് ഭീകരവാദത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ്. എന്നാൽ ഗസയിലെ വംശഹത്യ എന്നതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്യുന്ന ഈ ഭീകരതയും ലോകരാഷ്ട്രങ്ങൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്.